താമര കാണാണ്ട, നിനക്ക് കാണാണ്ട? ഇതാണ് വിരിഞ്ഞു നിക്കണ താമരനെ കാണുന്നത് കേട്ടോ. അടിപൊളി താമരയാണ് എന്നൊന്നും ഞാൻ പറയണില്ല. താമര അടിപൊളിയാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നലെ ചെറിയൊരു കൂമ്പ് പോലെയോ നിൽക്കണ്ടായിരുന്നേ. ഇന്നിപ്പോ മകം അല്ലെ ഇപ്പോ നമ്മുടെ പോത്തോട്ടായ കാരണം എന്തുകൊണ്ടു നന്നായിട്ട് വിരിഞ്ഞുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോവും. അപ്പൊ ഇത്രയ്ക്കുള്ള നമ്മൾ പറയില്ലേ, പഴുത്ത ഇല വീണ കണ്ടിട്ട് പച്ചല ചിരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. അത് നമ്മുടെ പഴമക്കാർ പറഞ്ഞ പോലെയാ. ഈ പച്ചല അങ്ങനെ ചിരിക്കും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനല്ല ചിരിക്കുക, അങ്ങനെയല്ല ചിരിക്കുക. ആ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും അല്ല, അങ്ങനെയാണ് പൊതുവായിട്ടുള്ള രീതി. ഇനിയിപ്പോ ഇത് പൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വാടി വീഴും. അത് നമ്മുടെ ജീവിതവും അത്ര തന്നെയുള്ളൂ. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ പൂത്ത പോലെ നിൽക്കും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വാടി വീഴും. സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ അതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ അത്രയ്ക്കുള്ള ജീവിതം. പിന്നെ നമ്മുടെ ബ്രദറുടെ മകളാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് വളരെ പഠിപ്പിന്റെ ആ ഒരു തിരക്കിൽ നിന്നാണ് നമ്മുടെ ഒരു ഷൂട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ വന്നത്. അവളുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇവരുടെ പേരുകൾ എല്ലാവർക്കും അറിയാം. ഒരാള് ഷിഫാനിയ ജോഷി, ഒരാള് സാനിയ ജോഷി, സാനിയ മിർസാനിയാണ് വിളിക്കുക, പിന്നെ ഒരാള് സ്നേഹ ജോഷി. ഇവര് 3 പേരാണ്. അപ്പോഴത്തെ ഒരു താഴെയുള്ള ആളിനാണ് ഇപ്പോൾ കിട്ടിയത്. ഇവരെല്ലാവരും ഭയങ്കര ഈ റെക്കോർഡിങ്ങിന്റെ മെയിൻ ആൾക്കാരാണ്. പക്ഷെ ഇവർ എൻട്രൻസ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭരത്തിക്കും തിരക്കലാണ്. എങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ അവർക്ക് വരാൻ പറ്റി. അതിന് വലിയൊരു കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു.